പ്രലോഭനങ്ങളിലും പ്രകോപനങ്ങളിലും വീഴാതെ സത്യസന്ധമായി ഭരണനിർവഹണം നടത്തുന്ന അപൂർവം നേതാക്കളിൽ ഒരാളാണ് കെ.സി. വേണുഗോപാൽ. കെ.സിയെ തേടി പാർലമെന്റ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ പദവി എത്തുമ്പോൾ അത് അർഹതയ്ക്കുള്ള മറ്റൊരു അംഗീകാരമായി മാറുന്നതും അതുകൊണ്ടാണ്. പൊതുപ്രവർത്തന ജീവിതത്തിൽ കെ.സി. വേണുഗോപാലിനെ തേടിയെത്തിയ എല്ലാ പദവികളും അർഹമായ സ്ഥാനങ്ങളിലേക്കുള്ള ചുവടുകളായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയെ സധൈര്യം നയിച്ച യുവനായകൻ എന്ന നിലയിലാണ് ജന്മനാട്ടിൽ നിന്നും അകലെയുള്ള ആലപ്പുഴയിൽ നിയമസഭാ സീറ്റ് കിട്ടുന്നത്. 1996 ആലപ്പുഴയിൽ നിന്നും നിയമസഭയിലേക്ക് ജയിച്ചു കയറിയ കെ.സി. തുടർച്ചയായി ആ വിജയം ആവർത്തിച്ചു. ഉമ്മൻചാണ്ടി സർക്കാരിൽ ടൂറിസം ദേവസ്വം വകുപ്പുകളുടെ ചുമതല തേടിയെത്തിയത് ഇക്കാലത്താണ്. 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കാൻ പാർട്ടിക്കും മുന്നണിക്കും മുമ്പിൽ ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാർട്ടിയുടെ നിർദ്ദേശം ശിരസാ വഹിച്ച് അദ്ദേഹം പാർലമെന്റിലേക്ക് വലിയ വിജയം നേടി. ആദ്യമായി MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മന്ത്രിസ്ഥാനം നൽകില്ല എന്ന കീഴ്വഴക്കം മാറ്റിവെച്ചാണ് സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും വേണുഗോപാലിനെ കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത്. തുടർന്ന് ദേശീയ തലത്തിൽ പാർട്ടിയിൽ ഓരോ പദവികൾ നൽകുമ്പോഴും അത് അദ്ദേഹത്തിന്റെ കഴിവിലുള്ള വിശ്വാസമായിരുന്നു. ഒടുവിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി കെ.സി. വേണുഗോപാൽ നിയമിതനായപ്പോൾ നെറ്റിച്ചുളിച്ചവരുമുണ്ട്. എന്നാൽ ഭാരത് ജോഡോ യാത്രയുടെ സംഘാടന മികവും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഇന്ത്യ മുന്നണിയുടെ മികച്ച പ്രകടനവും ഘടകകക്ഷികളെ ഒന്നിച്ചു ചേർക്കുന്ന നേതൃമികവും കെ.സിയെ വേറിട്ടു നിർത്തി. അദ്ദേഹത്തിന്റെ പാർലമെന്ററി പ്രകടനം മുൻനിർത്തി അദ്ദേഹത്തിന് മികച്ച പദവികൾ നൽകുമെന്ന് ദേശീയ മാധ്യമങ്ങൾ വിലയിരുത്തി. പുതിയ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയാണ് സ്വാഭാവികമായും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ ആവേണ്ടിയിരുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധി ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്നതും കൃത്യമായ കാരണമുണ്ട്. കോൺഗ്രസിനെ തിരിച്ചുവരവിന്റെ പാതയിലേക്ക് കൊണ്ടുവരുന്നതിനും ഇന്ത്യ മുന്നണിക്ക് രാജ്യത്ത് കൃത്യമായ മേൽവിലാസം ഉണ്ടാക്കി നൽകുന്നതിനും കെ.സി. വേണുഗോപാൽ വഹിച്ച പങ്ക് സമാനതകളില്ലാത്തതാണെന്നും BJPയോട് അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യില്ല എന്നും രാഹുലിന് ഉറപ്പുണ്ടായിരുന്നു. ഇന്ത്യ മുന്നണിയെ ഒരു ചരടിൽ കോർത്ത് ഉറപ്പിച്ചു നിർത്തുന്നതിൽ ഓരോ സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്ത് കെ.സി. വഹിച്ച പങ്ക് രാഹുലിന് നന്നായി അറിയാം. ആ പ്രയത്നത്തിന് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അംഗീകാരം നൽകുക എന്ന് അദ്ദേഹം ചിന്തിക്കുക സ്വാഭാവികം. ഇന്ത്യ സഖ്യത്തിന്റെ അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളിലേക്ക് കൂടുതലും കരുത്തു പകരാൻ കെ.സി. വേണുഗോപാലിന്റെ നിലപാടുകൾ സഹായകരമാവും. ദേശീയ രാഷ്ട്രീയത്തിൽ കെ.സി. വേണുഗോപാലിന്റെ സ്ഥാനം അടയാളപ്പെടുത്തുന്ന നിയമനം കൂടിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ പദവിയിലേക്ക് ഐക്യകണ്ഠേന ശുപാർശ ചെയ്ത തീരുമാനം. AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ, മുൻ പ്രധാനമന്ത്രിമാരായിരുന്ന PV നരസിംഹറാവു, അടൽ ബിഹാരി വാജ്പേയി എന്നിവർ ഉൾപ്പെടെ പ്രധാന നേതാക്കൾ അലങ്കരിച്ച പദവിയിലേക്കാണ് കെ.സി. വേണുഗോപാലിനെ നിയോഗിക്കുന്നത്. ഭരണപരിചയത്തിന്റെയും രാഷ്ട്രീയ അനുഭവത്തിന്റെയും കരുത്തുമായിട്ടാണ് കെ.സി. വേണുഗോപാൽ പുതിയ ദൗത്യം ഏറ്റെടുക്കുന്നത്. സംസ്ഥാന ഭരണത്തിലും കേന്ദ്ര ഭരണത്തിലും നിയമസഭയിലും പാർലമെന്റിന്റെ ഇരു സഭകളിലും ഒരുപോലെ തിളങ്ങുകയും വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്ത വേണുഗോപാലിനെ സംബന്ധിച്ച് ഈ പദവിയോട് നീതി പുലർത്തുവാൻ സാധിക്കുമെന്നതിൽ രണ്ടഭിപ്രായമില്ല. തന്റെ പ്രയത്നത്തിന് വിയർപ്പിന് നേതൃത്വം നൽകുന്ന ഓരോ അംഗീകാരവും തികഞ്ഞ ആത്മാർത്ഥതയോടെ വിനിയോഗിച്ച ചരിത്രമാണല്ലോ വേണുഗോപാലിനുള്ളത്.